റോമാലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം വായിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് ദുഃഖത്തോടെ വേദനയോടെ തൻ്റെ റോമാലേഖനത്തിൽ പൗലോസ് എഴുതുകയാണ്. റോമയിലേക്ക് പൗലോസ് നോക്കിയപ്പോൾ അവിടെ ബിംബങ്ങൾ ഉണ്ടാക്കി ആരാധിക്കുന്നത് പൗലോസ് കാണുകയാണ്. അപ്പോൾ പൗലോസ് പറയുകയാണ്, അക്ഷയനായ ദൈവം, ഒരിക്കലും ക്ഷയമില്ലാത്ത ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ മനുഷ്യൻ, മൃഗം, നാൽക്കാലി എന്നിവരുടെ രൂപസദൃശ്യമാക്കി കളഞ്ഞു. എന്നിട്ട് അവരെ വന്ദിക്കുകയാണ്. അത് ചെയ്യുന്നത് ആരാണ്? ജ്ഞാനികളെന്ന് പറയുന്നവർ. ലോകം നോക്കുമ്പോൾ അവർ ജ്ഞാനികളാണ്. ആ ജ്ഞാനികളെന്ന് പറയുന്നവർ ദൈവത്തിൻ്റെ അദൃശ്യനായ ദൈവത്തെ, ആൽഫയും ഒമേഗയുമായ ദൈവത്തെ, ആദ്യനും അന്ത്യനുമായ ദൈവത്തെ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ ദൈവത്തെ അവർ മൃഗത്ത് പുല്ല് തിന്നുന്ന കാളയോട് അവർ സദൃശ്യമാക്കി കളഞ്ഞ് ആരാധിക്കുന്നു കണ്ട് അപ്പോസ്തലനായ പൗലോസ് കരയുകയാണ്. അവൻ വേദനപ്പെട്ട് റോമർക്ക് ലേഖനം എഴുതുകയാണ്. ദൈവമക്കളെ, നിങ്ങൾ തിരിഞ്ഞു വരണം. ഈ അക്ഷയനായ ദൈവത്തെ നിങ്ങൾ ഇങ്ങനെ ക്ഷയിച്ചു പോകുന്ന മനുഷ്യൻ, മൃഗം, നാൽക്കാലി എന്നിവയുടെ രൂപസദൃശമാക്കി നിങ്ങൾ സേവിക്കരുത് എന്ന് റോമയിലുള്ള തൻ്റെ സഭാവിശ്വാസികളെ അപ്പോസ്തലനായ പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവമാണ് ഏറ്റവും വലുത്. ദൈവത്തെക്കാൾ ഉപരിയായി ലോകത്തിലുള്ള ഒന്നിനെയും നമ്മൾ സ്നേഹിക്കരുതെന്ന് ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വചനത്തെ നന്നായി അറിയാവുന്ന ദൈവജനം പലപ്പോഴും അവര് ബിംബത്തെ ആരാധിക്കുവാനായി തിരിക്കുകയാണ്. അത് കണ്ട് പൗലോസ് വ്യസനിക്കുകയാണ്. പൗലോസ് ആരാണ്? ഗമാലേക്കിന്റെ പാദപീഠത്തിലിരുന്ന് ജ്ഞാനം അഭ്യസിച്ച പൗലോസ്, ന്യായപ്രമാണം മുഴുവനായി പഠിച്ച പൗലോസ്, മരിച്ചുപോയ യുത്തിക്കോസിനെ ഉയർപ്പിച്ച പൗലോസ്, അങ്ങനെയുള്ള പൗലോസിന്റെ വസ്ത്രം കൊണ്ട് രോഗികളുടെ മേൽ ഇടുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്ന അത്ര കൃപാവരങ്ങളുള്ള പൗലോസ് 3-ാം സ്വർഗത്തോളം പോയി സ്വർഗത്തിന്റെ മഹിമയെ കണ്ട് തിരിച്ചു വന്ന പൗലോസ് തൻ്റെ ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതുകയാണ്, മക്കളെ, നിങ്ങൾ ഇങ്ങനെ ബിംബാരാധനയിലേക്ക് നിങ്ങൾ പോകരുത്. അങ്ങനെ നിങ്ങൾ പോയാൽ ദൈവത്തിന്റെ കോപം നിങ്ങളുടെ മേൽ വരുമെന്ന് പൗലോസ് തൻ്റെ ദൈവത്തിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് റോമിലെ ജനങ്ങളെ പൗലോസ് പ്രബോധിപ്പിക്കുകയാണ്. അവരെ ജ്ഞാനികളായിരുന്ന പൗലോസ് നമുക്കറിയാം, ഗമാലേക്കിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചവനാണ്. ഗ്രീക്ക് ഭാഷയിൽ പണ്ഡിതനാണ്, അരാമിയ ഭാഷയിൽ പണ്ഡിതനാണ്, ഹീബ്രു ഭാഷയിൽ പണ്ഡിതനാണ്. ഇങ്ങനെയൊക്കെ പണ്ഡിതനായ പൗലോസ് ന്യായപ്രമാണം മുഴുവനായി പഠിച്ച പൗലോസ് പറയുകയാണ്. അതായത് പുറപ്പാട് പുസ്തകം മോശയ്ക്ക് കൽപ്പലകയിൽ എഴുതി കൊടുത്തപ്പോൾ 20-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ മോശയ്ക്ക് കൽപ്പല എഴുതി കൊടുത്തപ്പോൾ 4-ാം വാക്യം പറയുകയാണ്, ആകാശത്തിലോ താഴെ ഭൂമിയിലോ കീഴ സമുദ്രത്തിലുള്ള യാതൊന്നിന്റെയും പ്രതിമയുണ്ടാക്കുകയോ വന്ദിക്കുകയോ സേവിക്കുകയോ ചെയ്യരുതെന്ന് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവം തന്റെ കൈപ്പലയാൽ എഴുതി കൊടുത്ത ആ വചനം പൗലോസിന് മനഃപ്പാടമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ള മനുഷ്യൻ, മൃഗം, നാൽക്കാലി എന്നിവയുടെ രൂപസദൃശ്യം നിങ്ങൾ ആക്കി കളയരുതെന്ന് പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമുക്ക് സങ്കീർത്തനം 106-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുകയാണ്, ഇങ്ങനെ അവർ തങ്ങളുടെ മൗഢ്യമായവനെ പുല്ല് തിന്ന കാളയോട് സദൃശനാക്കി കളഞ്ഞു. ഹല്ലേലൂയ. മോശ 40 ദിവസം ദൈവത്തോടുകൂടെ വാസം ചെയ്തപ്പോൾ കഴിഞ്ഞ് താഴെ ഇറങ്ങി വന്നപ്പോൾ മോശയുടെ സഹോദരനായ പുരോഹിതനായ അഹ്റോന് ഹല്ലേലൂയ ഒരു കാളക്കൂട്ടയെ ഉണ്ടാക്കി അതിനെ നമസ്കരിക്കുന്നു കണ്ടപ്പോൾ ഹല്ലേലൂയ ആ മോശയ്ക്ക് വളരെ സങ്കടമായി, വളരെ വിഷമമായി. ഹല്ലേലൂയ. അത് ഓർത്ത് ഇവിടെ എഴുതുകയാണ് ഹല്ലേലൂയ. മഹത്വമായവനെ, ആൽഫയും ഒമേഗയുമായവനെ ഹല്ലേലൂയ ആകാശത്തെ വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ഉള്ളിൽ അവന്റെ ആത്മാവിനെ നിർമ്മിക്കുകയും ചെയ്ത ആ സർവശക്തനായ ദൈവമുണ്ടല്ലോ, ആ ദൈവത്തെ അവർ പുല്ലിൽ നിന്ന് തില്ലുന്ന കാളയോട് സദൃശനാക്കി ആ കാളയുടെ മുമ്പിൽ വെച്ച് ആ കാളയെ അവർ ആരാധിക്കുകയാണ്. ഇതാണ് ദൈവം എന്ന് പറഞ്ഞ് അവർ ആരാധിക്കുന്നത് കണ്ടപ്പോൾ ഹല്ലേലൂയ മോശയുടെ ഹൃദയം ഉരുകുകയാണ്. ഹല്ലേലൂയ. ഇങ്ങനെ പുല്ല് തിന്നുന്ന കാളയോട് അവർ ഇസ്രായേൽ മക്കള്
സദൃശ്യമാക്കി. ആരെ? ഇസ്രായേൽ മക്കള് എങ്ങനെയാണ് ഹല്ലേലൂയ അവർ മിസ്രയീമിൽ ഇരുന്നപ്പോൾ അവർ ദൈവത്തോട് ഇവിടെ അപേക്ഷിച്ചപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഇറങ്ങി വന്നു. ആ ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. ചെങ്കടലിനെ വിഭാഗിച്ച ദൈവമാണ് അത്. ഇസ്രായേൽ മക്കൾ കണ്ടതാണ്. ചെങ്കടലിനെ വിഭാഗിച്ചത് ദൈവം കണ്ടതാണ്. മിരിയാം തപ്പെടുത്ത് നൃത്തം ചെയ്തത് അവർ കണ്ടതാണ്. ഹല്ലേലൂയ. മന്നായും കാടപ്പക്ഷിയും കൊടുത്ത് മരുഭൂമിയിൽ ജനത്തെ നടത്തിയത് അവർ കണ്ടതാണ്. പകൽ മേഘസ്തംഭം, രാത്രിയിൽ അഗ്നിസ്തംഭവും കൊടുത്ത് ഹല്ലേലൂയ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയ ആ ജനമുണ്ടല്ലോ, ആ ജനം ഇപ്പോൾ തെറ്റിപ്പോയിരിക്കുകയാണ്. ആ ജനം ഇപ്പോൾ അവര് ബിംബങ്ങളെ ആരാധിക്കുകയാണ്. അങ്ങനെ ബിംബങ്ങളെ ആരാധിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന് വചനം നന്നായി അറിയാവുന്ന പൗലോസിന് ഹല്ലേലൂയ അത് സഹിക്കുവാൻ കഴിയില്ല. അങ്ങനെ ഹല്ലേലൂയ ഒരു വില കൊടുത്തവനുണ്ട്. ഹല്ലേലൂയ സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി തന്ന് നമ്മെ വീണ്ടെടുപ്പിന് വേണ്ടി ക്രൂശിൽ പരമയാഗമായ ആ യേശു ക്രിസ്തു ഉണ്ടല്ലോ, ആ യേശു ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഹല്ലേലൂയ നമ്മളെ വീണ്ടെടുക്കുവാനാണ് അവൻ ഭൂമിയിലേക്ക് വന്നത്. അവൻ വീണ്ടെടുക്കുവാൻ വന്ന അവര് പുല്ല് തിന്ന കാളയോട് സദൃശനാക്കി കളയുകയാണ്. ബിംബങ്ങൾക്ക് സദൃശമാക്കി കളയുകയാണ്. അങ്ങനെ കളയുമ്പോൾ പൗലോസിന്റെ ഹൃദയം ഉരുകുകയാണ്. എന്തിനു വേണ്ടി യേശു ഭൂമിയിലേക്ക് വന്നു? ജനം അത് മനസ്സിലാവുന്നില്ലല്ലോ, എന്റെ ജനത്തിനത് മനസ്സിലാവുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് റോമാലേഖനത്തിൽ പൗലോസ് എഴുതുകയാണ്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ ഉള്ളം കൈ കൊണ്ട് വെള്ളത്തെ അളക്കുകയും ഞാനുകൊണ്ട് ആകാശത്തിന്റെ പരിണാമം എടുക്കുകയും ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ പ്രത്യേകതയാണ് അവൻ ഭൂമിയുടെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകള് തുലാസിൽ തൂക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത നോക്കിയേ. ഒരു കൈയുടെ ഞാനുകൊണ്ട് ആകാശത്തെ പരിണാമങ്ങൾ അളക്കുന്ന ദൈവം അത്ര ശക്തനാണെന്ന് നോക്കിയേ. നമ്മുടെ ഈ ഭൂമിയിൽ എത്ര സമുദ്രങ്ങളുണ്ട്? പസഫിക് മഹാസമുദ്രം, അറ്റ്ലാന്റിക് മഹാസമുദ്രം, ഇന്ത്യൻ ഓഷ്യൻ, അങ്ങനെ എത്രയോ സമുദ്രങ്ങളുണ്ട്. ആ സമുദ്രത്തിന്റെ വെള്ളത്തെ മുഴുവനും അവന് ഉള്ളം കയ്യിൽ അളക്കും. നമുക്ക് ഒരു 10 ml വെള്ളം നമ്മുടെ ഉള്ളം കയ്യിൽ ഒഴിച്ചാൽ ആ ഉള്ളം കയ്യിൽ നിന്ന് താഴെ പോകും. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, എന്റെ ഉള്ളം കൈ ഉണ്ടല്ലോ, എന്റെ ഉള്ളം കൈ ലോകത്തിലുള്ള മുഴുവൻ വെള്ളത്തെയും എന്റെ ഉള്ളം കയ്യിൽ ഞാൻ അളക്കുന്നവനാണ്. ഹല്ലേലൂയ. ഞാനുകൊണ്ട് തന്റെ ഒരു കൈവിരൽ കൊണ്ട് ഹല്ലേലൂയ ആകാശത്തെ അളക്കുന്നവനാണ്. ഭൂമിയുടെ പൊടിയെ അവൻ നാഴിയിൽ തൂക്കുന്നവനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പർവ്വതങ്ങളെ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകളെ തുലാസിലും തൂക്കുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അത് മാത്രമാണോ അവൻ ചെയ്യുന്നത്? അവൻ ദ്വീപുകളെ ഒരു പൊടി പോലെ പൊക്കുന്നവനാണ് ദൈവം. അവൻ ദ്വീപുകളെ ഒരു മണൽത്തരി പോലെ എടുത്തു പൊക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദ്വീപ് നോക്കിയാൽ ശ്രീലങ്ക ഒരു ദ്വീപാണ്. ശ്രീലങ്കയെ നമ്മളൊരു മണൽത്തരി എടുത്ത് പൊക്കുന്ന പോലെ ശ്രീലങ്കയെ എടുത്തു പൊക്കുകയാണ്. ഹല്ലേലൂയ. ഓസ്ട്രേലിയ ഒരു ഭൂഖണ്ഡമാണ്, അതുപോലെ തന്നെ അതൊരു ദ്വീപാണ്. ആ ഓസ്ട്രേലിയയെ നമ്മളൊരു മണൽത്തരി എടുത്ത് പൊക്കുന്ന പോലെ ഓസ്ട്രേലിയ എടുത്തു പൊക്കുന്നവനാണ് നമ്മുടെ ദൈവം. അങ്ങനെയുള്ള ദൈവത്തെ അവൻ ആരാണ്? പുല്ല് തിന്നുന്ന കാളയോട് സദൃശനാക്കി കളയുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ബൗദ്ധമായവനെ അവൻ പുല്ല് തിന്നുന്ന കാളയോട് സദൃശനാക്കി കളയുമ്പോൾ ഹല്ലേലൂയ ദൈവവചനം അറിയാവുന്ന അപ്പോസ്തലനായ പൗലോസിന് അവന് സഹിക്കുവാൻ കഴിയില്ല. അവൻ റോമാലേഖനത്തിൽ അവരെ നോക്കിയിട്ട് അവർ പറയുകയാണ്, ദൈവമക്കളെ നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? എന്റെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഇതിനു വേണ്ടിയാണോ? അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവൻ ക്ഷയമുള്ള മനുഷ്യൻ, മൃഗം, നാൽക്കാലി എന്നിവിടെ രൂപസുദർശമാക്കി കളഞ്ഞു. ഹല്ലേലൂയ. എന്റെ ദൈവം ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ രക്ഷിക്കുവാൻ ആയി വന്ന ആ ദൈവത്തെ നിങ്ങൾ മറന്നു കളഞ്ഞ് മനുഷ്യന്റെ സൃഷ്ടിയേക്കാൾ ഉപരിയായി ഹല്ലേലൂയ മനുഷ്യനുണ്ടാക്കുന്ന സൃഷ്ടികളെ അവർ സേവിക്കുകയാണ്. സൃഷ്ടാവിനേക്കാൾ ഉപരിയായി അവർ സൃഷ്ടിയെ സേവിക്കുകയാണ്. അത് അപ്പോസ്തലനായ പൗലോസിന് സഹിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ എഴുതിയത്. നമുക്ക് ദിനവൃത്താന്ത പുസ്തകത്തില് 2-ാം അധ്യായം 33-ാം വാക്യത്തിൽ 32-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇസ്കിയാവിനെ പറ്റി നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. യെശയ്യാവിന്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ യെശയ്യാവ് മരണകരമായ രോഗം പിടിച്ച് ഇരുന്നപ്പോൾ അവൻ ഭിത്തിയുടെ നേരെ മുഖം തിരിച്ച് അവൻ ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ് പ്രാർത്ഥിച്ചത്? ഞാൻ വിശ്വസ്തയോടെ ഏകാഗ്രതയോടെയും തിരുമുമ്പിൽ നടന്നു എന്ന് നീ ഓർക്കണമേ. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തോടെ എന്തും
പ്രാഗൽഭ്യമുള്ള ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാജാവാണ് ഹിസ്കിയാവ്. അങ്ങനെ ഹിസ്കിയാവ് അങ്ങനെ രാജാവായി വാണപ്പോൾ അവൻ ഇസ്രയേലിലുള്ള എല്ലാ വിഗ്രഹങ്ങളെയും അവൻ തച്ചുടച്ചു കളഞ്ഞു. മുഴുവൻ വിഗ്രഹങ്ങളെയും അവൻ തച്ചുടച്ച് ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്ത് ദൈവത്തിനെ പ്രീതിപ്പെടുത്തി അവൻ അങ്ങനെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ അവൻ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ അവന്റെ അശൂർ രാജാവ് അവനെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അവര് ആരെയാണ് സേവിക്കുന്നത്? മനുഷ്യന്റെ കൈപ്പണിയായ ദേവന്മാരെ സേവിക്കുന്നവരാണ് അശൂർ രാജ്യം. അങ്ങനെയുള്ള അശൂർ രാജ്യം ആൽഫയും ഒമേഗയുമായ ദൈവത്തെ സേവിക്കുന്ന യഹൂദനായ ഹിസ്കിയാവിനോട് യുദ്ധം ചെയ്യുവാൻ വരികയാണ്. അപ്പോൾ ഇവരുടെ കയ്യിൽ അമിതമായ സൈന്യബലം ഒന്നുമില്ല. അപ്പോൾ യെശയ്യാ പ്രവാചകനും ഹിസ്കിയാവും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവർ പ്രാർത്ഥിക്കുകയാണ്. 32-ാം അധ്യായം 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കാം. ഒന്ന് വായിച്ചേ, 32-19. ഇത് നിമിത്തം ഹിസ്കിയാ രാജാവ് ആമോസിന്റെ മകൻ യെശയ്യാ പ്രവാചകനും പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് നിലവിളിച്ചു. അയ്യോ, അപ്പോൾ യഹോവ ഒരു ദൂതനെ അയച്ചു. അവൻ അശൂർ രാജാവിന്റെ പാളയത്തിലെ സകല പരാക്രമശാലികളെയും സംഗ്രഹിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഈ ബിംബങ്ങളെ ആരാധിക്കുന്ന അശൂർ രാജ്യം, അക്ഷയനായ ദൈവത്തെ ആരാധിക്കുന്ന ഹിസ്കിയാവ് യുദ്ധം ചെയ്യുവാൻ വരികയാണ്. സൈന്യബലമില്ല ഇവർക്ക്. സൈന്യബലമില്ലാതെ അവർ യുദ്ധം ചെയ്യുവാൻ വരികയാണ്. അപ്പോൾ ഹിസ്കിയാവും യെശയ്യാ പ്രവാചകനും ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ഒരു ദൂതനെ അവരെ പാളയത്തിലേക്ക് അയക്കുകയാണ്. അവർ ദൂതനെ പാളയത്തിലേക്ക് അയച്ച് പരാക്രമശാലികളെ മുഴുവനും എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ ഓർത്തു നോക്കേ, വിഗ്രഹത്തെ സേവിക്കുന്നവനും ദൈവത്തെ സേവിക്കുന്നവനും നമ്മുടെ വ്യത്യാസം വിശുദ്ധ ബൈബിളിൽ ദൈവം അവിടെ കാണുകയാണ്. അപ്പോൾ ഹിസ്കിയാവിന് തന്റെ ജീവിതത്തിൽ ഒരു തെറ്റുപറ്റി. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു ഹിസ്കിയാവ് വീണ്ടും തെറ്റ് ചെയ്യുകയാണ്. ഹിസ്കിയാവ് നോക്കിയപ്പോൾ, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ 15 സംവത്സരം എനിക്ക് ദൈവം നീട്ടി തന്നു. അപ്പോൾ ദൈവത്തിന് എന്നെ വളരെ ഇഷ്ടമാണ്. രണ്ടാമത് ഹിസ്കിയാവ് പ്രാർത്ഥിച്ചപ്പോൾ അശൂർ രാജ്യത്തിന്റെ പാളയത്തിലേക്ക് ദൂതന്മാരെ അയച്ച് സൈന്യത്തെ, അവരുടെ പരാക്രമശാലികളെയും സേനാ നായകന്മാരെയും എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. അപ്പോൾ ഹിസ്കിയാവിന് അല്പം നിഗളം കൂടിയിട്ട് ഹിസ്കിയാവ് നിഗളിച്ചു പോയി. അങ്ങനെ അവൻ ഹിസ്കിയാവിന് കിട്ടിയ ഉപകാരത്തിന് ഒത്തവണ്ണം 25-ാം വാക്യം വായിച്ചേ. എന്നാൽ ഹിസ്കിയാവ് തനിക്ക് ലഭിച്ച ഉപകാരത്തിന് ഒത്തവണ്ണം നടക്കാതെ നിഗളിച്ചു പോയി. ഈ രണ്ട് കാര്യവും ദൈവം ചെയ്തു കൊടുത്തത് അവൻ മറന്നു കളഞ്ഞിട്ട് അവൻ പറയുകയാണ്, അവൻ നിഗളിച്ചു പോവുകയാണ്. ദൈവം എൻ്റെ കയ്യിലാണ്. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് 15 സംവത്സരം നീട്ടിക്കിട്ടി. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ശത്രുക്കളെ സംഹരിച്ചു കളഞ്ഞു. അങ്ങനെ അവൻ ഹിസ്കിയാവ് ആരാണ്? ഹിസ്കിയാവ് വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്നവനാണ് ഹിസ്കിയാവ്. അങ്ങനെയുള്ള ഹിസ്കിയാവിന് ദൈവത്തോട് എന്തും ചോദിക്കുവാനുള്ള അധികാരമുണ്ട്. ദൈവത്തിന്റെ മകനാണവൻ. പക്ഷേ അവൻ നിഗളിച്ചു പോവുകയാണ്. അവന്റെ ജീവിതത്തിൽ ദൈവം ഉപകാരങ്ങളെ ഇവിടെ എഴുതിയിരിക്കുകയാണ്. ദൈവം ലഭിച്ച ഉപകാരത്തിനൊത്തവണ്ണം നടക്കാതെ നിഗളിച്ചു പോയി. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വളരെ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ഉപകാരത്തിനൊത്തവണ്ണം നമ്മൾ ദൈവത്തെ സേവിക്കുന്നുണ്ടോ? ആ ഉപകാരത്തിനൊത്തവണ്ണം നമ്മൾ സേവിക്കാതെ നമ്മൾ നിഗളിച്ചു പോയിട്ടുണ്ടോ? ഇവിടെ ഹിസ്കിയാവ് നിഗളിച്ചു പോവുകയാണ്. ഹിസ്കിയാവ് നിഗളിച്ചു പോയപ്പോൾ ദൈവത്തിന്റെ കോപം അവന് മേൽ ജ്വലിക്കുകയാണ്. ഹല്ലേലൂയ. എത്ര വലിയ ദൈവദാസനായാലും, എത്ര വലിയ ദൈവഭക്തനായാലും വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങിയാൽ ദൈവം അടിക്കുന്നവനാണ്. ഇബ്രാഹാമിനെ അടിച്ച ദൈവം, മോശയെ അടിച്ച ദൈവം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ആരെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങിയിട്ടുണ്ടോ അവനെല്ലാം അടികൊണ്ടിട്ടുണ്ട്. പക്ഷേ തിരിച്ചു വരുവാൻ ദൈവം വീണ്ടും അവസരം കൊടുക്കും. നമ്മൾ ദാവീദിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, ആട്ടിടയനായിരുന്ന ദാവീദിനെ ദൈവം പൊക്കിയെടുത്ത് രാജാവാക്കി. ആ രാജാവാക്കിയപ്പോൾ ഊരിയാവിനെ കൊന്ന് ഊരിയാവിന്റെ ഭാര്യയെ സ്വന്തമാക്കിയപ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദിന്റെ 4 മക്കളെ കൊന്നുകളഞ്ഞു ദൈവം. ഹല്ലേലൂയ.
ബത്സേബയിൽ ഉണ്ടായ കുട്ടി മരിച്ചുപോയി, അമ്നോൻ മരിച്ചു, അദോനിയാവ് മരിച്ചു, അബ്സലോം മരിച്ചു. അങ്ങനെ 4 പേരെ ദൈവം കൊന്നുകളയുകയാണ്. ലോകം നോക്കുമ്പോൾ ഈ മക്കളുടെ കുഴപ്പമാണ്, പക്ഷേ ദൈവം നോക്കുമ്പോൾ അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ പറയുകയാണ്, നിങ്ങൾ അകൃത്യം നിറഞ്ഞ കൈകൊണ്ട് നിങ്ങൾ കൈമലർത്തി എന്റെ നേരെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ പ്രാർത്ഥന കേൾക്കയില്ല. ഞാൻ മുഖം തിരിച്ചു കളയുന്ന ദൈവമാണ്. ഹല്ലേലൂയ. എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കയില്ല. നമ്മൾ പാപികളായ പാപം ചെയ്തുകൊണ്ട് ഹല്ലേലൂയ അകൃത്യം നിറഞ്ഞ കരം കൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഞാൻ ആ പ്രാർത്ഥന കേൾക്കയില്ല, ഞാൻ മുഖം തിരിച്ചു കളയുമെന്ന്. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം നമ്മോട് പറയുകയാണ്. ദാവീദ് ഉപവസിച്ചു പ്രാർത്ഥിച്ചു, ദൈവം പ്രാർത്ഥന കേട്ടില്ല. ബത്സേബയിൽ ഉണ്ടായ കുട്ടി മരിച്ചുപോയി. ഹല്ലേലൂയ. അങ്ങനെ നമ്മള് ആ ഉപകാരത്തിനൊത്തം ദൈവം, അതായത് അപ്പനും അമ്മയും ഉപേക്ഷിച്ച് അപ്പനും അമ്മയും ദാവീദിനെ രാജാവാക്കുവാൻ അപ്പനും അമ്മയും ആഗ്രഹിച്ചില്ല. അപ്പനും അമ്മയും ആഗ്രഹിച്ചത് മറ്റേ മക്കളെ രാജാവാക്കാനാണ്. അങ്ങനെയുള്ള അവസരത്തിൽ വനാന്തരത്തിൽ നിന്ന് ദൈവത്തെ ആരാധിച്ചിരുന്ന ദാവീദിനെ ഹല്ലേലൂയ ഭൂമിയിൽ എന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കിയപ്പോൾ ഇതാ ഒരുത്തനിരുന്ന് വനാന്തരത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നു കണ്ടു. അവനെ പൊക്കിയെടുത്ത് രാജാവാക്കി. ഹല്ലേലൂയ. അവന് ആ ഉപകാരത്തിനൊത്തവണ്ണം നടക്കാതെ നിഗളിച്ചു പോയി. പ്രാർത്ഥിക്കുന്നതിന് പകരം അവന് പാപം ചെയ്തു. ദൈവം അവനെ അടിച്ചു. ഹല്ലേലൂയ. അവന്റെ 4 മക്കൾ മരിച്ചു പോവുകയാണ്. അങ്ങനെ മരിച്ചു പോകുമ്പോൾ നമ്മൾ നോക്കണം, നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ നോക്കണം, നമ്മെ തന്നെ ശോധന ചെയ്യുന്ന ഒരവസരമാണ്. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ടോ എന്ന് നമ്മൾ നോക്കുന്ന ഒരവസരമാണ്. ഹല്ലേലൂയ. അപ്പനും അമ്മയും നല്ല രീതിയിൽ ജീവിക്കുമ്പോൾ, നീതിയോട് ജീവിക്കുമ്പോൾ, ദൈവത്തിന് മുമ്പിൽ വിശുദ്ധതയോടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മക്കളെയും നമുക്കുള്ള എല്ലാത്തിനെയും ദൈവം എന്ത് ചെയ്യും? വേലികെട്ടി സൂക്ഷിക്കുന്ന ദൈവമാണ്. യോബിന്റെ വസ്തുവകളെ ദൈവം വേലികെട്ടി സൂക്ഷിച്ചു. ഹല്ലേലൂയ. യോബിന്റെ മക്കള് ഹല്ലേലൂയ നല്ലവരാണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. അവർ ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. യോബിനെ പറ്റി പറയുന്നത്, നിഷ്കളങ്കനും നീതിമാനും ദോഷം വിട്ട് അകന്നവനുമായ എന്റെ ദാസനായ യോബിന്റെ മേലോ നീ ദൃഷ്ടി വെച്ചത്. ഹല്ലേലൂയ. അങ്ങനെയുള്ള യോബ് അങ്ങനെയുള്ളവനായതുകൊണ്ട് അവനുള്ള സകലത്തിനെയും ദൈവം എന്ത് ചെയ്യാണ്? വേലികെട്ടി സൂക്ഷിക്കുകയാണ്. നമ്മൾ അങ്ങനെ തെറ്റ് ചെയ്തപ്പോൾ ഹല്ലേലൂയ ഹിസ്കിയാവിന്റെ മകൻ അടുത്തത് മനശ്ശ രാജാവുകയാണ്. മനശ്ശ രാജാവാകുമ്പോൾ അവന് കേവലം 8 വയസ്സ് മാത്രമാണ്. മനശ്ശ രാജാവായപ്പോൾ അപ്പോ ദൈവത്തിന്റെ കോപം അവിടെ എഴുതിയിരിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ പ്രാർത്ഥിച്ചപ്പോൾ ഹിസ്കിയാവിന്റെ ആയുഷ്കാലത്തിൽ ദൈവം അവന് ചെയ്തില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കോപമുണ്ടായി എങ്കിലും ഗർവത്തെക്കുറിച്ച് ഹിസ്കിയാവും യെരൂശലേം നിവാസികളും തങ്ങളെ തന്നെ താഴ്ത്തി. അതുകൊണ്ട് യഹോവയുടെ കോപം ഹിസ്കിയാവിന്റെ കാലത്ത് അവിടെ മേൽ വന്നില്ല. ഹിസ്കിയാവ് ജീവിച്ചിരുന്ന കാലത്ത് ദൈവം ശിക്ഷിച്ചില്ല. അതിന്റെ അർത്ഥം അടുത്ത ജനറേഷനിലേക്ക് ആ ദൈവം ശിക്ഷ മാറ്റിവെച്ചു. മനശ്ശയുടെ ജീവിതത്തിൽ വന്നു നോക്കുമ്പോൾ മനശ്ശ 8-ാം വയസ്സിൽ അവൻ രാജാവായി. മനശ്ശയെ ദൈവം വേലികെട്ടി സൂക്ഷിച്ചില്ല. മനശ്ശ എന്ത് ചെയ്തു? മനശ്ശ ഈ അപ്പൻ പൊളിച്ചു കളഞ്ഞ വിഗ്രഹങ്ങളെ മുഴുവനും മനശ്ശ പണിയുകയാണ്. ഹല്ലേലൂയ. ഇസ്രായേല് മുഴുവൻ വിഗ്രഹങ്ങളെ അവന് വീണ്ടും പണിയുകയാണ്. അവന് വിഗ്രഹങ്ങളെ വീണ്ടും പണിതു. ഹല്ലേലൂയ. വിഗ്രഹങ്ങളെ പണിത് ദൈവത്തിന് അനിഷ്ടമായത് മുഴുവനും മനശ്ശ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനശ്ശ ഇങ്ങനെ ദൈവത്തിന് അനിഷ്ടമായത് മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന് ദയ തോന്നി. ദൈവം മനശ്ശയോട് സംസാരിക്കുകയാണ്. യഹോവ മനശ്ശയോടും അവന്റെ ജനത്തോടും സംസാരിച്ചു, എങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. ഹല്ലേലൂയ. 10-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവ മനശ്ശയോട് സംസാരിച്ചു, മനശ്ശ എന്ത് ചെയ്യാണ്? ശ്രദ്ധിച്ചില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയത്ത്, ധനവും സ്ഥാനവും മാനങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ദൈവമല്ല ആര് സംസാരിച്ചാലും സാധാരണ ഒരു മനുഷ്യനും കേൾക്കുകയില്ല. അവന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, ദൈവം അവനെ അടിക്കുമ്പോൾ മാത്രമാണ് അവൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നത്. സാധാരണ എല്ലാവിധ സമൃദ്ധിയും അധികാരവും സൗന്ദര്യവും ഹല്ലേലൂയ എല്ലാ സുഖസുഖരും ഉള്ളപ്പോൾ ചോദിക്കും, ആരാണ് ഈ ദൈവം? എന്നെ എവിടുന്ന് ഏത് പാറയിൽ തന്നെ വെട്ടിയെടുത്തു എന്ന് നാം മറന്നുപോകും. 8 വയസ്സിൽ അവൻ ഇസ്രായേലിന്റെ രാജാവായവനാണ്. അവൻ ദൈവത്തെ മറന്നു കളഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തെ, അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ
അവന് ഈ മൃഗത്തോട് സദൃശനാക്കി, രൂപങ്ങളെ എല്ലാം ഉളവാക്കി. അങ്ങനെ അവൻ ചെയ്തപ്പോൾ അവന് സംഭവിച്ചുകൊണ്ടോ? എന്നാൽ ദൈവം ഒരു കാര്യം ചെയ്തു. ദൈവം അശൂർ രാജാവിനെ എഴുന്നേൽപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കളൊക്കെ നമുക്കെതിരെ പൊങ്ങി വരുന്നത് ചിലപ്പോൾ ദൈവം എഴുന്നേൽപ്പിക്കുന്നതായിരിക്കും. ദൈവം നമുക്കെതിരെ ശത്രുവിനെ എഴുന്നേൽപ്പിക്കുകയാണ്. അപ്പോ മനസ്സയോട് ദൈവം സംസാരിച്ചു. പക്ഷേ മനസ്സയ്ക്ക് കേൾക്കുവാൻ ഒരു മനസ്സില്ലായിരുന്നു. ദൈവം ഒരു അശൂർ രാജാവിനെ എഴുന്നേൽപ്പിക്കുകയാണ്. അശൂർ രാജാവ് വന്നു. മനസ്സയെ എങ്ങനെയാണ് കൊണ്ടുപോയത്? കൊളുത്തുകളാൽ പിടിച്ചു, ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. ഇന്നലെ വരെ രാജാവായിരുന്ന, എല്ലാവിധ സുഖസൗകര്യങ്ങളുണ്ടായിരുന്ന മനുഷ്യനെ ചങ്ങലയിടുകയാണ്. കൈകാലുകൾ ചങ്ങലയിട്ടു, അവനെ കൊളുത്തി വലിച്ചു കൊണ്ടുപോവുകയാണ്, ദണ്ഡനമേക്കുകയാണ്. അങ്ങനെ ദണ്ഡനമേറ്റിയേക്ക് അവൻ അശൂർ രാജ്യത്തിലേക്ക് പോവുകയാണ്, പ്രവാസത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ അവൻ പ്രവാസത്തിൽ പോയപ്പോൾ അവൻ ദൈവത്തിന്റെ വചനത്തെ മറച്ചു നോക്കുകയാണ്. അവൻ ദൈവത്തിന്റെ വചനത്തെ തിരിഞ്ഞു വരികയാണ്. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കഷ്ടത്തിലായപ്പോൾ അവൻ തന്നെ താഴ്ത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവന്റെ പ്രാർത്ഥന കേട്ടു, അവന്റെ യാചന കേട്ടു. വീണ്ടും അവനെ യെരൂശലേമിലേക്ക് വരുത്തി. ദൈവത്തിന്റെ നോക്കെ ആകാശഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതാണ്. ഇവൻ യഹോവയായ ദൈവം ഒരുപക്ഷെ ഹിസ്കിയാവിനെ ഓർത്തിട്ടുണ്ടാവും. ഹിസ്കിയാവ് എന്റെ ദൈവത്തിന് വേണ്ടി വളരെ ചെയ്ത ഒരു രാജാവാണ്. ആ ഹിസ്കിയാവിന്റെ മകനായ മനശ്ശ ദൈവത്തെ കോപിപ്പിച്ചു. പക്ഷേ ദൈവം അവൻ നശിച്ചു പോകണമെന്ന് ദൈവത്തിന് ആഗ്രഹിച്ചില്ല. ആകാശഭൂമിക്ക് ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ വലുതാണ്. അപ്പോ വീണ്ടും ദൈവത്തിന്റെ ദയ മനശ്ശയോടുണ്ടായി. അങ്ങനെ മനശ്ശയെ തിരിച്ചു വരുത്തി മനസ്സ് പറയുകയാണ്, യഹോവ തന്നെ ദൈവം എന്ന് മനസ്സയ്ക്ക് ബോധ്യമായി. മനസ്സേ, നിനക്ക് നിന്റെ ജീവിതത്തിൽ ഇത്ര നല്ല കാര്യങ്ങളൊക്കെ ദൈവം നിനക്ക് തന്നു, എല്ലാ സമൃദ്ധി തന്നു. നീ രാജ്യത്തിന്റെ രാജാവായിരുന്നു. നിനക്ക് 8 വയസ്സിൽ രാജാവാകുക എന്നുള്ളത് വളരെ അസാധ്യമായ ഒരു കാര്യമാണ്. പക്ഷേ ആ ചെറുപ്രായത്തിൽ, കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ ഇസ്രായേലിന്റെ രാജാവായി ദൈവം അവനെ ഇരുത്തി, ജ്ഞാനം കൊടുത്തു. പക്ഷെ അപ്പൻ നടന്നതുപോലെ നടക്കാതെ ദൈവത്തെ അവൻ മറന്നു കളഞ്ഞു. ദൈവത്തെ മറന്നു കളഞ്ഞപ്പോൾ ദൈവം വന്ന് അവനോട് സംസാരിച്ചപ്പോൾ അവന് കേൾക്കുവാൻ മനസ്സില്ലായിരുന്നു. ദൈവം അവനെ അടിച്ചു, ദൈവം അവനെ ചങ്ങലക്കിട്ടു, ദൈവം അവനെ കുളത്തിട്ടു, മനസ്സയെ തിരിച്ചു കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവൻ കഷ്ടത്തിലായപ്പോൾ അവൻ ദൈവത്തിന്റെ നേരേക്ക് വീണ്ടും നോക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ ദൈവത്തിന്റെ മനസ്സലുകൊണ്ട് കരുണ കാണിച്ചു. അവനെ വീണ്ടും ഇസ്രായേലിന്റെ രാജാവായി ദൈവം ഇരുത്തുകയാണ്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയില് നമുക്ക് കിട്ടിയ നന്മയ്ക്കൊത്തവണ്ണം അതാണ് ഹിസ്കിയാവ് പറഞ്ഞത്. ഹിസ്കിയാവിനെ പറ്റി പറഞ്ഞത്, തനിക്ക് ലഭിച്ച ഉപകാരത്തിനൊത്തവണ്ണം നടക്കാതെ നിഗളിച്ചു പോയി. ദൈവം നമുക്ക് ഉപകാരങ്ങൾ തരുമ്പോൾ, നന്മകൾ തരുമ്പോൾ അതിനൊത്തവണ്ണം നമ്മൾ നടക്കണം. അതുകൊണ്ടാണ് ദാവീദ് പെട്ടകത്തിന്റെ മുമ്പില് തന്നെ മറന്ന് എന്ന് ദൈവത്തെ ആരാധിക്കുന്ന നമ്മൾ കാണുകയാണ്. ഹല്ലേലൂയ. പെട്ടകത്തിന്റെ മുമ്പില് ഞാൻ ഇസ്രായേലിന്റെ രാജാവാന്നുള്ള കാര്യം മറന്ന്, ഹല്ലേലൂയ, ആ ഉടുപ്പുകളൊക്കെ മാറ്റി, ഹല്ലേലൂയ, തന്നെ മറന്ന് ദാവീദ് ദൈവത്തിന് മുമ്പിൽ ആരാധിക്കുകയാണ്. തന്റെ ഭാര്യയായ മീഖൽ ഹല്ലേലൂയ ബോളിൽ നിന്ന് നോക്കി പറയുകയാണ്, ഹല്ലേലൂയ, പരിഹസിക്കുകയാണ്. എന്താണ് പരിഹസിക്കുന്നത്? ഹല്ലേലൂയ, അവൾ പറയുകയാണ്, ഒരു രാജ്യത്തിന്റെ രാജാവാണ്. ഹല്ലേലൂയ, ആ രാജ്യത്തിന്റെ രാജാവ് തന്നെ മറന്ന് ദൈവത്തെ ആരാധിക്കുന്നു. ആ ദാവീദ് തനിക്കിട്ട ഉപകാരത്തിന് ഒത്തവണ്ണം ദൈവത്തെ ആരാധിച്ചു. അത് ദൈവത്തിന് ഇഷ്ടമായി. ദൈവമക്കളെ, നമുക്ക് കിട്ടുന്ന ഉപകാരത്തിന് ഒത്തവണ്ണം അതാണ് യേശു ക്രിസ്തു ഉപമ പറഞ്ഞിട്ട് ചോദിച്ചത്. ഇളച്ചു കൊടുത്തവരോട് ചോദിക്കുകയാണ്, ഇവരിൽ ആരെ എന്നെ അധികം സ്നേഹിക്കുമെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കും. അധികം ഉപകാരം കിട്ടിയവൻ എന്ത് ചെയ്യണം? അധികം ദൈവത്തെ ആരാധിക്കണം. അധികം ദൈവം ചെയ്ത ഉപകാരത്തിനൊത്തവണ്ണം
ദൈവം നമ്മൾ പലപ്പോഴും പറയും, ദൈവം എനിക്ക് അത് ചെയ്തു, ഇത് ചെയ്തു. പക്ഷേ ലോകത്തിൽ പലതും ചെയ്തു. ദൈവം നിന്നോട് ചോദിക്കുകയാണ്, മകനെ, ഞാൻ നിന്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ ചെയ്തു, നീ ഇതിനനുസരിച്ച് നീ എന്നെ സേവിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞു നോക്കുവാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ തന്നെ പറയുകയാണ്, അപ്പോസ്തലനായ പൗലോസ് താൻ വ്യസനിച്ച് താൻ പറയുകയാണ്, ഹല്ലേലൂയ, അക്ഷയനായ ദൈവത്തെ, ക്ഷയമുള്ള മനുഷ്യൻ, മൃഗം, നാൽക്കാലി എന്നിവയുടെ നിങ്ങളെ രൂപസദൃശ്യം ആക്കിക്കളഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യിരെമ്യാ പ്രവചനം 10-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ നമ്മളിവിടെ മൂന്ന് മുതലുള്ള വാക്യത്തിൽ വായിക്കുകയാണ്, ഹല്ലേലൂയ, ജാതികളുടെ ചട്ടങ്ങൾ മിഥ്യാമൂർത്തികളെ സംബന്ധിക്കുന്നു. ഒരുവൻ കാട്ടിൽ ചെന്ന് വെട്ടിക്കൊണ്ടുവന്ന മരവും ആശാരി വാഞ്ചിച്ചുകൊണ്ട് ചെയ്ത പണിയുമത്രേ. ഹല്ലേലൂയ. ആശാരി ഒരു കാട്ടിൽ ചെന്ന് ഒരു മരം കൊണ്ടുവന്നു. ആ മരം കൊണ്ടുവന്ന് ചെത്തി അതിനെ വെള്ളിയും പൊന്നും കൊണ്ട് അലങ്കരിക്കുന്നു. അത് ഇളകാതിരിക്കേണ്ടതിന് അതിന് ആണിയും ചുറ്റിയൊക്കെ വെച്ച് അലങ്കരിച്ചു വെക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇത് ദൈവമാണ്, ഇതിനെ ആരാധിക്കുക എന്ന് പറയുകയാണ്. ഹിസ്കിയാ രാജാവ് മോശ മരുഭൂമിയിൽ സ്ഥാപിച്ച പിച്ചള സർപ്പത്തെ വരെ എന്ത് ചെയ്തു? തകർത്തു കളഞ്ഞു. ആ പിച്ചള സർപ്പം ആര്? പ്രഗത്ഭനായ ദൈവത്തിന്റെ ദാസനായ മോശ സ്ഥാപിച്ചതാണ് മരുഭൂമിയിൽ. എന്ത്? പിച്ചള സർപ്പം. ആ പിച്ചള സർപ്പത്തെ നമ്മൾ ഓർക്കും, അത്ര വലിയൊരു ദൈവദാസൻ സ്ഥാപിച്ച ഒരു ഇതിനെ നമ്മളായിട്ട് ഒടിച്ചു കളയുവോ? പലർക്കും പേടിയുണ്ടാവും. പക്ഷെ ഹിസ്കിയാ രാജാവ് പറഞ്ഞു, മോശ സ്ഥാപിച്ചത് ഒക്കെ ശരിയാണ്, പക്ഷേ അത് വിഗ്രഹമാണ്, അതിനെ ഉടച്ചു കളയുവാൻ ഹിസ്കിയാ രാജാവ് ചെന്ന്, ഹല്ലേലൂയ, ആ പിച്ചള സർപ്പത്തെ, മരുഭൂമിയിൽ മോശ സ്ഥാപിച്ച പിച്ചള സർപ്പത്തെ വരെ ഉടച്ചു കളഞ്ഞു. അത്രയ്ക്കും തീവ്രതയുള്ളവരായിരുന്നു ഹിസ്കിയാവ്. ഹല്ലേലൂയ. അവന്റെ ജീവിതത്തിലും തെറ്റുകൾ പറ്റിയപ്പോൾ ദൈവം അവരെയൊക്കെ പുനഃസ്ഥാപിച്ചു. ദൈവം അവരോടൊക്കെ ദയ കാണിച്ചു. മനുഷ്യരുടെ ജീവിതത്തിലും തെറ്റുകൾ പറ്റി, ദൈവം അവരെ പുനഃസ്ഥാപിച്ചു. ദാവീദിന്റെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റി, ദൈവം അവരെ പുനഃസ്ഥാപിച്ചു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് റോമ എഴുതിയപ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് തെറ്റുകൾ പറ്റി, പക്ഷേ നിങ്ങൾക്ക് തിരിച്ചു വരുവാൻ ഒരു അവസരമാണ്. ഈ അക്ഷയനായ ദൈവത്തെ, നിന്റെ തേജസ്സിനെ, ക്ഷയമുള്ള മനുഷ്യൻ, മൃഗം, നാൽക്കാലി എന്നിവിടെ രൂപസദൃശ്യം നിങ്ങൾ ആക്കിക്കളയരുത്. ഹല്ലേലൂയ. ആ ജ്ഞാനിയായ, ഹല്ലേലൂയ, വളരെ പാണ്ഡിത്യമുള്ള പൗലോസ്, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് സ്വർഗീയ ദർശനങ്ങളെ കണ്ട പൗലോസ്, ഹല്ലേലൂയ, ആ പൗലോസ്, കപ്പൽ പ്രമാണിയായ പൗലോസ്, തനിക്ക് ഉള്ളതെല്ലാം, ഹല്ലേലൂയ, തനിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ യേശുവിന്റെ അടുക്കിലേക്ക് പോകണമെന്ന് അതിയായി വാഞ്ചിച്ച്, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, ഹല്ലേലൂയ, ഓട്ടമോടി, ഹല്ലേലൂയ, ഇനി എനിക്ക് യേശുവിനോടുകൂടെ വാസം ചെയ്യണം, ഹല്ലേലൂയ എന്ന് വാഞ്ചിച്ച ആ പൗലോസ് റോമാലേഖനം എഴുതിയപ്പോൾ താൻ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ, ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജന്തു എന്നിവിടെ രൂപസദൃശ്യം നിങ്ങൾ ആക്കിക്കളഞ്ഞു. അങ്ങനെ നിങ്ങൾ ആക്കിക്കളയരുത്. ദൈവം ആരാണ്? അവൻ ആൽഫയും ഒമേഗയുമാണ്. ആകാശത്തെ വിരിച്ചവനാണ്, വെള്ളത്തെ ഉള്ളംകൈയിൽ അളക്കുന്നവനാണ് ദൈവം. ഭൂമിയിലെ പൊടിയെ നാഴിയിൽ അളക്കുന്നവനാണ് എൻ്റെ ദൈവം. പർവ്വതങ്ങളെയും കുന്നുകളെയും തുലാസിൽ തൂക്കുന്നവനാണ് എൻ്റെ ദൈവം. ദ്വീപുകളെ മണൽത്തരി പോലെ എടുത്തു പൊക്കുന്നവനാണ് എൻ്റെ ദൈവം. അങ്ങനെയുള്ള ദൈവത്തെ നിങ്ങൾ മനുഷ്യന്റെ സൃഷ്ടിയായ ഈ കൈപ്പണിയോട് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്ത് എന്ന് അപ്പോസ്തലനായ പൗലോസ് ഓർപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് ചെയ്ത ഉപകാരത്തിന് ഒത്തവണ്ണം നമ്മൾ ദൈവത്തെ സേവിക്കണം. ഹല്ലേലൂയ. പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമുക്ക് കുറിവാക്യത്തിലേക്ക് വരാം. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജന്തു എന്നിവിടെ രൂപസദൃശ്യം ആക്കിക്കളഞ്ഞു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, റോമാവിശ്വാസികളെ, ദൈവമക്കളെ, നിങ്ങൾ തിരിച്ചു വരണം. നിങ്ങൾ തിരിച്ചു വന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഈ രൂപങ്ങളെല്ലാം, ഹല്ലേലൂയ, ഈ ബിംബങ്ങളെല്ലാം നിങ്ങൾ ഉടച്ചു കളയണം. ഈ രൂപങ്ങളെ ഉടച്ചു കളഞ്ഞ് നമുക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു യേശു ഉണ്ട്. ആ യേശുവിന്റെ മുഖത്തേക്ക് നമ്മൾ നോക്കണം. ആ ഒരു ഉദയ നക്ഷത്രം നമുക്കുണ്ട്. ആ ഉദയ നക്ഷത്രത്തെ നമ്മൾ നോക്കണം. ഹല്ലേലൂയ. അവന്റെ മുഖത്തേക്ക് നോക്കിയവര്, അവന്റെ തേജസ് കണ്ടവര് ആരും ലജ്ജിച്ചു പോയിട്ടില്ല. അവൻ ഭൂമിയുടെ ഉദയം മുതൽ അസ്തമയം വരെ, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ അവൻ ഭൂമിയെ വിളിക്കുന്നു. എല്ലാവരെയും ദൈവം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്റെ അടുക്കലേക്ക് കൂടി വരുവീൻ.
ഞാൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്, ആര് തടുക്കും? അതുകൊണ്ട് പൗലോസ് നമ്മെ ഓർപ്പെടുത്തുകയാണ്, നിങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യേശുവാണ് ഏറ്റവും വലുത്, ദൈവമാണ് ഏറ്റവും വലുത്. ദൈവത്തെക്കാൾ ഉപരിയായി ഈ ലോകത്തിലുള്ള ഒന്നിനെയും, പണത്തെയോ സമ്പത്തിനെയോ ജോലിയെയോ മക്കളെയോ നമുക്കുള്ള യാതൊന്നിനെയും നമ്മൾ സേവിക്കരുത്. നമ്മൾ ഹല്ലേലൂയ അങ്ങനെയുള്ളവൻ എനിക്ക് യോഗ്യനല്ല. ഹല്ലേലൂയ നമ്മൾ യേശുവാണ് നമുക്ക് ഏറ്റവും വലുത്. ദൈവത്തിന്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യാത്ര ചെയ്താൽ ദൈവം നമ്മെ അടിക്കും. ആ ദൈവം നമ്മെ അടിച്ചാൽ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രയോജനമില്ല. ഹല്ലേലൂയ നമ്മളെ അവൻ അടിക്കിട്ടിതേനെ. ഹല്ലേലൂയ നമ്മൾ ദൈവം നമ്മെ അടിക്കും. ആ അടി നമ്മൾ കിട്ടാതെ ദൈവത്തിന്റെ വചനത്തില് താഴ്മയോടെ നിഗളിച്ചു പോവാതെ ദൈവം തന്ന ഉപകാരത്തിനൊത്തവണ്ണം ദൈവത്തെ സ്തുതിച്ച് ജീവിപ്പാൻ ദൈവവചനത്തിൽ ഞാൻ ഓർപ്പെടുത്തുകൊണ്ട് തിരുവചനങ്ങളെ സ്മരിക്കുന്നു. യോഗ്യൻ നീ യേശുവേ.